കണ്ണൂർ ആലക്കോട് കാർത്തികപുരം സ്കൂളിന്റെ മതിൽ കെട്ടിടിഞ്ഞു. കാർത്തികപുരം മാന്തട്ട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സജോ ദേവസ്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു കണ്ണൂരിൽ നിന്ന്. സജോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കണ്ണൂരിനെ സംബന്ധിച്ച് മഴയുടെ ശക്തി ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. നഗരമേഖലകളിൽ മഴ മാറി നിൽക്കുകയാണ്. അതേസമയം മലയോര മേഖല, ഇരിട്ടി, ആലക്കോട് ഉൾപ്പെടുന്ന മേഖലകളിൽ, ഒപ്പം പയ്യന്നൂരിൻ്റെ മലയോര മേഖലകൾ, ചെറുപുഴ ഉൾപ്പെടുന്ന മേഖലകളിൽ ശക്തമായ മഴ തന്നെ ലഭ്യമാകുന്നുണ്ടെങ്കിലും മഴയുടെ ശക്തി പൊതുവിൽ കുറഞ്ഞിട്ടുണ്ട്. ഇതിനിടെയാണ് കാർത്തികപുരം സ്കൂളിൻ്റെ സംരക്ഷണ ഭിത്തി, അതിൻ്റെ ഗ്രൗണ്ടിൻ്റെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞത്. റോഡിലേക്കാണ് വീണത്. കാർത്തികപുരം മാന്തട്ട് റോഡിലേക്കാണ് കല്ലും മണ്ണും എല്ലാം ഇടിഞ്ഞു വീണത്. നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ആ ഭാഗത്തു കൂടിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ജില്ലയെ സംബന്ധിച്ച് ഇന്ന് ജില്ലയിൽ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കലക്ടർ അവധി നൽകിയിരുന്നു. അവിടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പരീക്ഷകൾക്ക് മാറ്റമില്ല. ജില്ലയിലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും. അതിനെന്തെങ്കിലും ഒരു തടസ്സമില്ല. ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു മാസത്തെ നഷ്ടങ്ങളുടെ കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പയ്യന്നൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കാർഷിക നാശം ഉണ്ടായിട്ടുള്ളത്. 40ഓളം വീടുകൾക്ക് മണ്ണിടിച്ചിലിലും മറ്റുമൊക്കെ ഭാഗിക കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മഴക്കെടുതിയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. കാരണം മഴയുടെ ശക്തി കുറഞ്ഞു നിൽക്കുന്നത് എന്നതാണ്. അതേസമയം മറ്റിടങ്ങളിൽ കാര്യമായ പ്രതിസന്ധിയില്ല. പക്ഷേ കർശന ജാഗ്രതാ നിർദ്ദേശം മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ മുന്നറിയിപ്പുണ്ട്. തീരദേശത്ത് കടലാക്രമണ ഭീഷണി മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് കർശന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാലാവസ്ഥ ആശ്വാസകരമായ നിലയിലാണുള്ളത്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് പുതിയ വിവരങ്ങളുമായി ചേർന്നത്.